സ്ഥലം പാലക്കാട് തൃശൂർ അതിർത്തിക്കടുത്തുള്ള വിജനമായ ഒരു ഗ്രാമം. സമയം 2024 ജൂലൈ 18 അർദ്ധരാത്രി. കഥാപാത്രം ഹരിനാരായണൻ, 42 വയസ്സ്, എഴുത്തുകാരൻ. ഹരിനാരായണൻ എന്ന എഴുത്തുകാരന്റെ ജീവിതം അദ്ദേഹം താമസിക്കുന്ന ചിരകാലം എന്ന തറവാട് പോലെയായിരുന്നു. പുറമെ ശാന്തമെങ്കിലും ഉള്ളിലെപ്പോഴോ നിലച്ചുപോയ ഒരു ഹൃദയമിടിപ്പ് പോലെ ഭീകരമായ ശൂന്യത പേറുന്ന ഒന്ന്. പാലക്കാടൻ വരമ്പുകളിൽ നിന്ന് ഉയർന്നുവരുന്ന കനത്ത ഈർപ്പവും നിലയ്ക്കാത്ത മഴയുടെ താളവും ചേർന്ന അന്തരീക്ഷം ഇരുളിന് ഒരു പ്രത്യേക കറുപ്പ് നൽകി. തറവാടിനു ചുറ്റും കാടുകയറിയ കാവും അതിനോട് ചേർന്ന് വിശാലമായ നെൽവയലുകളുമായിരുന്നു. ആ വീട്ടിലേക്ക് വെളിച്ചമെത്തണമെങ്കിൽ ആധുനികതയ്ക്ക് തീരെ പരിചയമില്ലാത്ത ഒരു കുന്നിൻചെരിവ് താണ്ടി വേണമായിരുന്നു. പുറത്ത് പേമാരിയുടെ ഇരമ്പം, അകത്ത് CFL ബൾബിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഹരിനാരായണൻ തന്റെ മേശയ്ക്ക് മുന്നിലിരുന്നു. മുന്നിൽ തുറന്നുവച്ച ലാപ്ടോപ്പ്. രാത്രിയുടെ ഈ യാമത്തിൽ അയാൾ ഒഴികെ മറ്റൊരാൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത 0. ഭാര്യ വർഷങ്ങൾക്കു മുമ്പ് ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ ഈ ഭയപ്പെടുത്തുന്ന ഏകാന്തത മാത്രം. ഹരി പേനയേക്കാൾ കീബോർഡിനെ സ്നേഹിച്ചു. കാരണം ഭയമെഴുതുമ്പോൾ തന്റെ വിരൽത്തുമ്പിലൂടെ ചോരയിട്ടുന്ന ഭാവനയെ അക്ഷരങ്ങളായി പുറത്തെടുക്കാൻ കീബോർഡിനാണ് കൂടുതൽ മൂർച്ചയെന്ന് അയാൾ വിശ്വസിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹരിക്ക് ഒരു പ്രത്യേകതരം റൈറ്റേഴ്സ് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എഴുതുന്നതൊന്നും ക്ലിക്കാവുന്നില്ല. ഭയത്തിന് പുതിയ രൂപം നൽകാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മലയാളി പ്രേതസങ്കല്പങ്ങളിൽ കണ്ടുമടുത്ത ചുരുളൻ മുടിയും വെള്ളസാരിയും എന്ന കെട്ടുകാഴ്ചകളിൽ നിന്ന് മാറി വായനക്കാരന്റെ മനസ്സിനെ വേട്ടയാടുന്ന എന്തെങ്കിലും, ഒരു ആത്മാവിന്റെ കയ്യൊപ്പ്. അവസാനം ആ ചിന്ത ഹരിയുടെ മനസ്സിൽ ഒരു തീപ്പൊരിയായി വീണു. താൻ എഴുതുന്ന ഒരു കഥയിലെ ആത്മാവ് കഥ വായിക്കുന്നവരുടെ അടുത്തേക്ക് നേരിട്ടെത്തുകയാണെങ്കിലോ? അതൊരു സാധാരണ പ്രേതമായിരിക്കില്ല. വായനയുടെ ലോകം ഭേദിച്ച് അക്ഷരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദുർമൂർത്തി. വായനക്കാരൻ കഥയുടെ അടുത്ത വരിയിലേക്ക് കടക്കുന്തോറും ആ ദുർമൂർത്തി വായനക്കാരന്റെ വീട്ടിലെ വാതിൽക്കലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ഒരുതരം വെല്ലുവിളിയോടെ ഹരി കീബോർഡിൽ വിരലോടിച്ചു. ഇതൊരു പരീക്ഷണമാണ്. എന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ വെച്ചാൽ ഞാൻ ഭയത്തിന്റെ രാജാവാകും, അയാൾ മനസ്സിൽ പറഞ്ഞു. അയാൾ ഉടൻ തന്നെ ദുർമൂർത്തി എന്ന പേരിൽ ഒരു ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നു. രാത്രിയുടെ കാവൽക്കാർ എന്ന കേരളത്തിലെ ഹൊറർ പ്രേമികളുടെ സ്വകാര്യ ഗ്രൂപ്പിൽ അംഗമാണ് അയാൾ. പ്രൊഫൈൽ നെയിം ദുർമൂർത്തി. കഥയുടെ തലക്കെട്ട് 12/7 ആത്മാവ് വരുന്ന വഴി. ഹരിവേഗത്തിൽ കഥയുടെ ആമുഖ അധ്യായം ടൈപ്പ് ചെയ്തു. അതിൽ എല്ലാം ഉണ്ടായിരുന്നു. ചിരകാലം പോലൊരു പഴയ തറവാട്, നെൽവയലുകൾ, പുറത്തെ കാവിലെ ഇരുട്ട്, എല്ലാം. ഏറ്റവും പ്രധാനമായി അയാൾ ഒരു മുദ്ര കഥയിൽ പതിപ്പിച്ചു. ഹരി എഴുതിയ കഥയുടെ ഭാഗം ഇങ്ങനെയായിരുന്നു. ആ വീട്ടിലെ ഏറ്റവും പഴയ ഘടികാരം 30 വർഷം മുമ്പ് നിലച്ചതാണ്. അതിൽ സൂചികളില്ല. എങ്കിലും കൃത്യം 12/7 മഴയുടെ ഇരമ്പലിനെ കീറിമുറിച്ച് ആ ഘടികാരം അതിന്റെ അവസാനത്തെ മണിമുഴക്കും. അത് കേൾക്കുന്ന നിമിഷം അകത്തെ തളത്തിൽ ഒരു നനഞ്ഞ കാൽപ്പാട് പതിയും. അത് വീട്ടുടമസ്ഥന്റേതായിരിക്കില്ല. അത് കഥ വായിക്കുന്നവർക്ക് വേണ്ടി വന്ന അതിഥിയുടേതായിരിക്കും. കഥയുടെ ഈ ഭാഗം ടൈപ്പ് ചെയ്യുമ്പോൾ ഹരിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. തന്റെ ഭാവന യാഥാർത്ഥ്യത്തെ ഭേദിച്ച് മുന്നോട്ടു പോകുന്നത് പോലെ. ഒരു ചിരി അയാളുടെ ചുണ്ടിൽ വിരിഞ്ഞു. ഇതൊരു ഭീകരമായ ത്രില്ലറാണ്. 11 പാരഗ്രാഫുകൾ പൂർത്തിയാക്കി അയാൾ കീബോർഡിൽ നിന്ന് കൈയെടുത്തു. സമയം ലാപ്ടോപ്പിൽ 12:06 AM എന്ന് തെളിഞ്ഞു കാണിച്ചു. ഞൊടിയിടയിൽ ഹരിയുടെ വിരൽ പോസ്റ്റ് ബട്ടണിൽ അമർന്നു. ക്ലിക്ക്. പോസ്റ്റ് അപ്ലോഡ് ആയതും ഒരു മുഴക്കത്തോടെ ആ തറവാട്ടിലെ വെളിച്ചമണഞ്ഞു. കാറ്റിൽ കതകുകൾ ആടി. ഒരു നിമിഷം മുമ്പുണ്ടായിരുന്ന വെളിച്ചമണഞ്ഞു. മഴയുടെ ഇരുമ്പലും പെട്ടെന്ന് നിശബ്ദമായി. വൈദ്യുതി പോയതാണ്. ചുറ്റും ഘനീഭവിച്ച ഇരുട്ട്. തണുത്ത കാറ്റ് ജനൽപ്പാളികളെ പിടിച്ചുകുലുക്കി. ചെറുക്കൻ പേടിച്ചു പോയല്ലോ, നല്ല തുടക്കം, ഹരി സ്വയം ചിരിച്ചു. സാധാരണ മഴ സമയത്ത് ഇവിടെ കറണ്ട് പോകുന്നത് പതിവാണ്. അയാൾ ഫോൺ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഇരുട്ടിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. നെറ്റ്വർക്ക് പോയിട്ടില്ല. പോസ്റ്റ് ഗ്രൂപ്പിൽ എത്തിയിട്ടുണ്ടാവണം. ആ നിമിഷം ആ വീടിന്റെ നടുത്തളത്തിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. ശബ്ദം കേട്ട് ഹരിയുടെ കൈകളിൽ നിന്ന് ഫോൺ താഴെ വീണു. ഫ്ലാഷിന്റെ വെളിച്ചം കറങ്ങി മറിഞ്ഞ് ചുമരിൽ തത്തിക്കളിച്ചു. ആ ശബ്ദം, അത് ഘടികാരത്തിൻ്റെതായിരുന്നു. അടുക്കളയുടെയും പൂജാമുറിയുടെയും ഇടയിലുള്ള ചെറിയ തളത്തിൽ 30 വർഷമായി കേടുവന്ന് കിടക്കുന്ന ഒരു പിച്ചള ഘടികാരമുണ്ട്. അതിൽ സൂചികളില്ല. ആഴ്ചയിൽ ഒരിക്കൽ പോലും അതിൽ നിന്ന് ഒരു ശബ്ദവും ഉയരാറില്ല. അത് വെറും ഒരു അലങ്കാര വസ്തു മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ശബ്ദം വീണ്ടും മുഴങ്ങി. ഹരിക്ക് ദേഹമാസകലം ഒരു തണുപ്പ് അരിച്ചുകയറി. രക്തം കട്ടപിടിക്കുന്നത് പോലെ. അയാളുടെ കഥയിലെ ആദ്യ ഭീകര സൂചന. ഇത് മഴയുടെ ഇടിമുഴക്കമാണ്, അല്ല കാറ്റിന്റെ ശബ്ദമാണ്. ഹരി സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. വീണ്ടും തുടർച്ചയായ മണിനാദം മുഴങ്ങി. 12:07 വരെ അത് മുഴങ്ങുമെന്നായിരുന്നു അയാൾ കഥയിൽ എഴുതിയത്. ഹരിയുടെ ശ്വാസം നിലച്ചുപോയി.
അയാൾ എണ്ണാൻ തുടങ്ങി. 6, 7, 8. മഴയുടെ ശബ്ദം പോലും കേൾക്കാൻ അയാൾക്ക് വയ്യാതായി. ചുറ്റും ഘടികാരത്തിന്റെ ഈ ഭീകരമായ മുഴക്കം മാത്രം. 12 മുഴക്കങ്ങൾ. പിന്നീട് ഒരു നിശബ്ദത. ഹരിക്ക് തന്റെ നെഞ്ചിൽ ഒരു വലിയ പാറക്കല്ലെടുത്തു വെച്ചതുപോലെ തോന്നി. അയാൾ മൊബൈൽ വെളിച്ചത്തിൽ വിറയ്ക്കുന്ന കാലുകളോടെ ഘടികാരം വെച്ചിരുന്ന തളത്തിലേക്ക് നടന്നു. കഥയിലെ സമയമാണോ അത്? അയാൾ തന്റെ വാച്ചിലേക്ക് നോക്കി. ബാറ്ററിയില്ലാത്ത വാച്ചാണത്. ചിരകാലത്തിൽ വന്നതിനു ശേഷം അയാൾ സമയം നോക്കാറില്ല. മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ പൊട്ടിയിരുന്നു. വെളിച്ചം മാത്രം തെളിയുന്നു. അയാൾക്കിപ്പോൾ സമയമറിയണം. താൻ എഴുതിയ 12:07 എന്ന ഭീകരമായ ആ മുഹൂർത്തം കഴിഞ്ഞുപോയോ, അതോ ഇപ്പോഴും തുടരുകയാണോ? വീടിന്റെ മുൻവശത്തെ സിറ്റൗട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഡാഷ്ബോർഡിൽ സമയം കാണിക്കും. ഒരു നിമിഷം പോലും വൈകാതെ അയാൾ കതക് തുറന്ന് മഴയിലേക്ക് ഓടി. മഴവെള്ളം മുഖത്തടിച്ച് ഹരി കാറിനടുത്തേക്ക് പാഞ്ഞു. താക്കോലെടുത്ത് ഡോർ തുറന്നു. ഡാഷ്ബോർഡ് തെളിഞ്ഞു. സമയം 12:08 AM. ഹൗ! ഹരി ഒരു ദീർഘശ്വാസമെടുത്തു. 12:07 കഴിഞ്ഞു. താൻ എഴുതിയ സമയം കഴിഞ്ഞു. എല്ലാം വെറും തോന്നൽ, മനസ്സിന്റെ ഭ്രമം. ഹരി തിരിച്ച് വീട്ടിലേക്ക് ഓടിക്കയറി. അയാളുടെ ശരീരം മുഴുവൻ തണുത്തു വിറച്ചു. ഹരി വേഗം വീടിന്റെ മെയിൻ സ്വിച്ച് ബോർഡിന്റെ അടുത്തേക്ക് നടന്ന് ജനറേറ്റർ ഓൺ ചെയ്തു. എഞ്ചിൻ ശബ്ദത്തോടൊപ്പം മുറിയിൽ വീണ്ടും വെളിച്ചം പരന്നു. ഹരി നേരെ തളത്തിലേക്ക് ചെന്നു. സൂചികളില്ലാത്ത ഘടികാരം നിശ്ചലമായിരുന്നു. അയാൾ അടുത്തേക്ക് ചെന്ന് തൊട്ടുനോക്കി. തണുത്തുറഞ്ഞ ലോഹം. അതിൽ ഒരു ശബ്ദവുമില്ലായിരുന്നു. വെറും കാറ്റിന്റെ കളി. പഴയ തറവാടായതുകൊണ്ട് ശബ്ദം പ്രതിധ്വനിച്ചതാകാം. അയാൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ അയാളുടെ കണ്ണുകൾ താഴെ നിലത്തുടക്കി. ചാരനിറമുള്ള മാർബിൾ പതിച്ച തറ. വർഷങ്ങൾക്ക് മുമ്പ് വൃത്തിയാക്കിയ ശേഷം ആ തളത്തിൽ ആരും നടക്കാറില്ല. പുറത്തുനിന്ന് വന്നാൽ എല്ലാവരും കതകിന്റെ വശങ്ങളിലൂടെയാണ് മുറികളിലേക്ക് പോകാറ്. ആ നിലം അപ്പോൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ തിളക്കത്തിനിടയിൽ ഒരു മുദ്ര. ഒരൊറ്റ കാൽപ്പാട്. നനഞ്ഞ ചെളി പുരണ്ട മനുഷ്യന്റെ വലതുകാലിന്റെ വ്യക്തമായ പാട്. ഹരിക്ക് തന്റെ ശ്വാസം നിലയ്ക്കുന്നതുപോലെ തോന്നി. അയാൾ വീടിനകത്ത് നിന്ന് ഓടി പുറത്തേക്ക് വന്ന് അകത്തേക്ക് പോയതാണ്. അയാളുടെ ചെരുപ്പ് സിറ്റൗട്ടിൽ ഉപേക്ഷിച്ചിരുന്നു. മഴയിൽ നനഞ്ഞ കാലുകളോടെ അയാൾ ഓടിയത് തളത്തിലൂടെയല്ല. മാത്രമല്ല, താനിപ്പോൾ ഇട്ട ചെരുപ്പിന്റെ പാടായിരുന്നില്ല അത്. അതൊരു പഴയ മാതൃകയിലുള്ള പാദരക്ഷയുടെ പാടായിരുന്നു. മണ്ണിന്റെ ഒരു ചെറിയ കറ ആ പാടിൽ നിന്നും തറയിലേക്ക് പടർന്നിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? താൻ എഴുതിയ കഥയിലെ അതേ രംഗം. കൃത്യം 12:07 അകത്തെ തളത്തിൽ ഒരു നനഞ്ഞ കാൽപ്പാട് പതിയും. അത് വീട്ടുടമസ്ഥന്റേതായിരിക്കില്ല. കഥയുടെ ആ ഭാഗം ഹരിയുടെ മനസ്സിൽ അലറി. അയാൾ തറയിലേക്ക് കുനിഞ്ഞ് വിറയ്ക്കുന്ന കൈകളോടെ ആ പാടിൽ തൊട്ടു. ചെളിക്ക് തണുപ്പുണ്ടായിരുന്നു. അത് വെറും മണ്ണല്ല, കാവിലെ ചുവന്ന മണ്ണാണ്. തറവാടിനോട് ചേർന്നുള്ള കാവിൽ മഴ പെയ്യുമ്പോൾ തെളിയുന്ന ഒരു പ്രത്യേകതരം ചെളി. ഹരി വേഗം ലാപ്ടോപ്പിന്റെ അടുത്തേക്ക് പാഞ്ഞു. താൻ എഴുതിയത് യാദൃശ്ചികമല്ല. ഈ ഭീകരതയുടെ താക്കോൽ താൻ എഴുതിയ ആ പോസ്റ്റാണ്. അയാൾ ഗ്രൂപ്പ് തുറന്നു. 12:07 ആത്മാവ് വരുന്ന വഴി എന്ന പോസ്റ്റ് ഗ്രൂപ്പിൽ തരംഗമായിരിക്കുന്നു. സാധാരണ 20 ലൈക്ക് പോലും കിട്ടാത്ത ആ ഗ്രൂപ്പിൽ ആ കഥയ്ക്ക് 127 ലൈക്കുകളും 43 കമന്റുകളും 15 ഷെയറുകളും ലഭിച്ചിരിക്കുന്നു. അയാൾ വേഗം കമന്റുകൾ വായിച്ചു. അവയെല്ലാം ഭയത്തിലും ആശയക്കുഴപ്പത്തിലും മുഴങ്ങി നിൽക്കുന്നവയായിരുന്നു. യൂസർ എക്സ്: എന്താണിത്? എന്നെ പേടിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് എന്നറിയാം. പക്ഷെ എന്റെ ഹാളിലെ പഴയ ഘടികാരം 12:07 ബെല്ലടിച്ചു. അതിന്റെ ബാറ്ററി ഞാൻ 3 ദിവസം മുമ്പ് ഊരിവെച്ചതാണ്. എനിക്ക് പേടിയാകുന്നു. യൂസർ വൈ: ഇയാൾ എന്താണ് ഈ എഴുതിയിരിക്കുന്നത്? ഞാൻ ഇത് വായിച്ചപ്പോൾ മുതൽ ആരോ എന്റെ ജനലിന്റെ ചില്ലിൽ നഖം കൊണ്ട് ചുരണ്ടുന്നത് പോലെ കേൾക്കുന്നു. ഇത് കഥയല്ല, എന്തോ ദുർമന്ത്രം പോലെ തോന്നുന്നു. യൂസർ സെഡ്: ബ്രോ, ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേ. നിങ്ങൾ എഴുതിയ അതേപോലെ എന്റെ സിറ്റൗട്ടിലെ മൺചട്ടി താഴെ വീണു. ഇങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കമന്റുകൾ വായിച്ച് ഹരിയുടെ നെഞ്ചിലെ ഭയം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. ഇത് തന്റെ അനുഭവം മാത്രമല്ല, താൻ ഭാവനയിൽ സൃഷ്ടിച്ച ആ ദുർമൂർത്തി താൻ എഴുതിയ കഥയുടെ രൂപത്തിൽ ഇപ്പോൾ വായനക്കാരുടെ മുന്നിൽ യഥാർത്ഥമായി അവതരിക്കുകയാണ്. അയാൾ ഉടൻ തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ കളി ഇവിടെ നിർത്തണം. അയാൾ പോസ്റ്റിന്റെ വലതുകോണിലുള്ള 3 ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്തു. ഡിലീറ്റ് പോസ്റ്റ് എന്ന ഓപ്ഷൻ തെളിഞ്ഞു. ഹരി വിറയ്ക്കുന്ന കൈകളോടെ അതിലമർത്തി. പക്ഷേ എന്തോ സംഭവിച്ചു. സ്ക്രീനിൽ ഒരു സന്ദേശം തെളിഞ്ഞു. എറർ, യു ഡു നോട്ട് ഹാവ് പെർമിഷൻ ടു ഡിലീറ്റ് ദിസ് പോസ്റ്റ്. എന്താ ഇത്? എന്റെ അക്കൗണ്ട് അല്ലേ ഇത്? എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കാൻ എന്താ കാരണം? അയാൾ വീണ്ടും ശ്രമിച്ചു. വീണ്ടും അതേ എറർ സന്ദേശം. ദുർമൂർത്തി എന്ന പ്രൊഫൈലിൽ തനിക്ക് നിയന്ത്രണം നഷ്ടമായിരിക്കുന്നു. ഹരി പരിഭ്രാന്തനായി കമന്റുകൾ വീണ്ടും നോക്കി. കമന്റുകൾ ഒരു സെക്കൻഡിനുള്ളിൽ 20 എണ്ണം കൂടി വർദ്ധിച്ചു. കഥ വൈറലാവുകയല്ല, വിനാശകരമാവുകയാണ്. അവസാനം വന്ന കമന്റ് കണ്ട് ഹരിയുടെ കണ്ണുകൾ തറച്ചു നിന്നു. കമന്റ് ചെയ്തത് ദുർമൂർത്തി, ഹരിയുടെ തന്നെ ഫേക്ക് ID. ആ കമന്റ് ഇപ്രകാരമായിരുന്നു: കഥ ഇപ്പോൾ തുടങ്ങുകയായി.
ആ കമന്റ് വായിച്ചു തീർന്നതും ഹരിയുടെ മുറിയിലെ കതക് ശക്തമായ കാറ്റിലെന്നോണം ആഞ്ഞടിച്ചു തുറന്നു. മഴയുടെ തുള്ളികൾ ജനൽ വഴി അകത്തേക്ക് തെറിച്ചു. ഹരിനാരായണൻ ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്ത് കതകിലേക്ക് നോക്കി. കതകിന്റെ മറവിൽ ആ കാൽപ്പാടിന്റെ ചുവന്ന ചെളി മാഞ്ഞുപോയ തളത്തിൽ കതക് തുറന്ന ആ കാറ്റിന് ഒരു മരവിച്ച ഗന്ധമുണ്ടായിരുന്നു. ചന്ദനത്തിരിയുടെയും അഴുകിയ ഇലകളുടെയും മനുഷ്യന്റെ ശ്വാസമില്ലാത്ത ചൂടിന്റെയും ഗന്ധം. എഴുത്തുകാരൻ താൻ എഴുതിയ കഥയിലെ കഥാപാത്രമായി മാറിയിരിക്കുന്നു. കഥയുടെ അടുത്ത വരി താൻ എഴുതുന്നതിനു മുൻപേ മറ്റാരോ എഴുതിയിരിക്കുന്നു, തന്നെ വേട്ടയാടാൻ. ആരാണീ ദുർമൂർത്തി? തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ? അതോ താൻ ഭാവനയിൽ സൃഷ്ടിച്ച ആത്മാവ് ഇന്റർനെറ്റിന്റെയും അക്ഷരങ്ങളുടെയും ലോകം ഉപയോഗിച്ച് ഈ ചിരകാലം എന്ന തറവാടിന്റെ വാതിൽക്കൽ എത്തിയിരിക്കുന്നുവോ? ഹരിക്ക് തന്റെ പിന്നിൽ മുറിയിലെ ഇരുണ്ട കോണിൽ തന്റെ ശ്വാസം എണ്ണി നോക്കുന്ന ഒരാൾ നിൽക്കുന്നതായി തോന്നി. കതക് ആഞ്ഞടിച്ചു തുറന്നു. താൻ എഴുതിയ കഥാപാത്രം അക്ഷരങ്ങളുടെയും ഭയത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് തന്റെ മുറിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഹരിനാരായണൻ തിരിച്ചറിഞ്ഞു. അയാളുടെ ശരീരം തളർന്നു. കാലുകൾക്ക് ഭാരം അനുഭവപ്പെട്ടു. ലാപ്ടോപ്പിന്റെ നേരിയ വെളിച്ചത്തിൽ തുറന്ന കതകിലൂടെ മഴയുടെയും കാവിന്റെയും മണം കലർന്ന ഒരു തണുത്ത കാറ്റ് അകത്തേക്ക് അരിച്ചെത്തി. അത് സാധാരണ കാറ്റായിരുന്നില്ല, ഒരു മരവിപ്പ് കലർന്ന കാറ്റ്. ഹരി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കതകിനും ഭിത്തിക്കും ഇടയിലുള്ള ഇരുണ്ട മൂല, അവിടെ നഗ്നമായ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു നിഴൽ ചുമരിനോട് ചേർന്ന് നിൽക്കുന്നതായി അയാൾക്ക് തോന്നി. അത് കറുത്ത പുക പോലെയോ അതോ ഇരുട്ടിന്റെ കട്ടി കൂടിയ ഭാഗം പോലെയോ വ്യക്തമല്ലാത്ത ഒരു രൂപമായിരുന്നു. ഹരി ഒച്ചവെക്കാൻ ശ്രമിച്ചെങ്കിലും ഭയം മൂലം അതൊരു ഞരക്കം മാത്രമായി പുറത്തേക്ക് വന്നു. അയാളുടെ കഥാപാത്രത്തിന് ശബ്ദമില്ല, ഭയം മാത്രമാണ് അതിന്റെ ഭാഷ. പെട്ടെന്ന് ആ നിഴൽ ചലിച്ചു. ഭിത്തിയോട് ചേർന്ന് നിന്നിരുന്ന അത് ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ തറയിൽ തൊടാതെ അതിവേഗം സീലിംഗിലേക്ക് ഉയർന്നു. ഹരി തലയുയർത്തി നോക്കി. ജനറേറ്റർ വെളിച്ചം കുറവായതിനാൽ മുറിയിലെ തടി കൊണ്ടുള്ള സീലിംഗിന്റെ തട്ടിന്റെ മധ്യഭാഗം തീർത്തും ഇരുട്ടുമൂടിയിരുന്നു. പക്ഷെ ആ നിമിഷം തട്ടിന്റെ മധ്യഭാഗത്ത് ഈർപ്പം തട്ടിയ ഒരു പ്രത്യേക തരം തിളക്കം അയാൾ കണ്ടു. ചുമരിലെ ഈർപ്പമോ? അല്ല, ആ തിളക്കം അത് നനഞ്ഞ ചെളിയായിരുന്നു. കാവിലെ ചുവന്ന ചെളി, താൻ തളത്തിൽ കണ്ട അതേ കാൽപ്പാടിലെ ചെളി. അത് അവിടെ സീലിംഗിൽ ഒരു തലകീഴായ കാൽപ്പാട് പോലെ പതിഞ്ഞിരിക്കുന്നു. ചെളിയിൽ നിന്നുള്ള ഈർപ്പം തറവാടിന്റെ തട്ടിനെ തണുപ്പിക്കുന്നു. ശരീരം തളർന്നിട്ടും ഒരുതരം അമാനുഷിക ശക്തിയാൽ പ്രേരിതനെന്നോണം ഹരിനാരായണൻ പുറകോട്ട് നടന്നു. കതകിലേക്ക്. കതക് തുറന്ന് പുറത്തേക്ക് ഓടണം. വീടിന് പുറത്ത് മഴയിൽ തനിക്ക് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ അയാൾ കതകിനടുത്തെത്തും മുമ്പ് പുറത്ത് കാറ്റ് വീശിയതിന്റെ ശബ്ദം കേട്ടു. ആഞ്ഞടിക്കുന്ന കാറ്റിന്റെയല്ല, ആരോ വാതിലിന് പുറത്തുനിന്ന് അത് വലിച്ചു പൂട്ടുന്ന ശബ്ദം. ഒരു പഴയ ഓട്ടോമാറ്റിക് പൂട്ടാണത്. തറവാടിന്റെ പുറത്തുനിന്ന് താഴിടാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആരാണത് തന്നെ പൂട്ടിയിടുന്നത്? താൻ ഒറ്റയ്ക്കല്ലേ ഈ വീട്ടിൽ? ഹരി കതകിൽ ചെന്ന് പിടിച്ച് ആഞ്ഞു തള്ളി. കതകനങ്ങിയില്ല. അത് പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി രക്ഷയില്ല. അയാൾ തന്റെ മുറിയിൽ ബന്ധിതനായിരിക്കുന്നു. ഭയവും ദേഷ്യവും ഒരുമിച്ച് ഹരിയുടെ മനസ്സിൽ ആളിക്കത്തി. ഇത് വെറും ആത്മാവല്ല, ഇത് ബുദ്ധിയുള്ള ഒരു ദുർമൂർത്തിയാണ്. തന്നെ പൂട്ടിയിട്ട ശേഷം അത് തിരികെ വരും. അതിനു മുമ്പ് ഈ ഭീകരതയുടെ ഉറവിടം നശിപ്പിക്കണം. അയാൾ വേഗം ലാപ്ടോപ്പിന്റെ അടുത്തേക്ക് തിരിഞ്ഞു. നീ എത്രത്തോളം ബുദ്ധിമാനാണെന്ന് എനിക്കറിയണം, ഹരി മന്ത്രിച്ചു. ദുർമൂർത്തി എന്ന അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ആരാണിതിനു പിന്നിൽ? അയാൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലെ പോസ്റ്റ് വീണ്ടും തുറന്നു നോക്കി. കമന്റുകൾ 100 കടന്നിരിക്കുന്നു. ആളുകൾ ഭയം നലറുന്നു. ചിലർ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ഹരി പോസ്റ്റിന്റെ കോഡിംഗ് ഘടന സൂക്ഷ്മമായി പരിശോധിച്ചു. സാധാരണ പോസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി അതിന് 2 ഷെയർ ബട്ടണുകൾ ഉണ്ടായിരുന്നു. ഒന്ന് സാധാരണ ഷെയർ, മറ്റൊന്ന് ആത്മാവിനെ കൈമാറുക അഥവാ ട്രാൻസ്ഫർ ദ സ്പിരിറ്റ് എന്നു പേരുള്ള ഒരു ഐക്കൺ. ആരെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഭയം, ഈ ശാപം അവരുടെ അടുത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഹരി ആ നിമിഷം ശ്രദ്ധിച്ചത് അതല്ല. ദുർമൂർത്തിയുടെ ഏറ്റവും പുതിയ കമന്റ് ഇപ്പോൾ എഡിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കഥ ഇപ്പോൾ തുടങ്ങുകയായി എന്ന കമന്റ് ഇപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നു. നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 67 പേർ നിന്റെ കഥ വായിച്ചിരിക്കുന്നു. അവർ ഓരോരുത്തരും എന്റെ വാതിൽ തുറന്നു തന്നു. ഇനി ഈ എഴുത്തുകാരൻ 12:07 AM. 67 പേരോ? ഹരിയുടെ കൈകൾ വിയർത്തു. അതായത് 67 പേർ തന്റെ കഥ വായിക്കുകയും ആ ഭയം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ദുർമൂർത്തി അവരുടെയെല്ലാം ഭയം ഊറ്റിയെടുത്ത് ശക്തി നേടുകയാണ്. ഹരി ഉടൻ തന്നെ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അഡ്മിന്റെ പ്രൊഫൈൽ കണ്ടെത്തി സന്ദേശം അയച്ചു. സാർ, ഉടൻ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. ഇത് വെറും കഥയല്ല, ഇതിനെന്തോ ദുരൂഹതയുണ്ട്. എന്റെ കൺട്രോൾ പോയി, പ്ലീസ് ഡിലീറ്റ്. മറുപടി വരാൻ സെക്കൻഡുകൾ എടുത്തു. അഡ്മിൻ: ഹരി സാർ, ഞാനിപ്പോൾ നിങ്ങളുടെ കഥ വായിച്ചു. എന്റെ വീടിന്റെ ഭിത്തിയിൽ ചോരയുടെ ഗന്ധം. എനിക്ക് പറ്റുന്നില്ല. ഞാൻ ശ്രമിച്ചു, പക്ഷേ ഡിലീറ്റ് ബട്ടൺ അത് മാഞ്ഞു പോയിരിക്കുന്നു. സ്ക്രീനിൽ
കഥ കത്തുന്ന തീപ്പൊരി പോലെയായിരിക്കുന്നു. എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. ഞാനിനി എന്തു ചെയ്യണം? ഹരിയുടെ വായിൽ നിന്നും ഒരു അലർച്ച പുറത്തു വന്നു. തന്റെ ദുർമൂർത്തി ഇന്റർനെറ്റിന്റെയും അക്ഷരങ്ങളുടെയും ലോക്കുകൾ തകർത്ത് ഡിജിറ്റൽ ഇടത്തിൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. ഡിലീറ്റ് ബട്ടൺ മാഞ്ഞു പോവുകയോ? ഹരി വീണ്ടും ദുർമൂർത്തിയുടെ പോസ്റ്റിന്റെ കോഡിലേക്ക് എത്തി നോക്കി. ആ പോസ്റ്റിന്റെ കോഡിനുള്ളിൽ അയാൾക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മലയാള ലിപികളാൽ എഴുതിയ കോഡായിരുന്നു. സംസ്കൃതവും മലയാളവും ഇടകലർന്ന പ്രാചീന ഗ്രന്ഥങ്ങളിലെ മന്ത്രങ്ങൾ പോലെ തോന്നിക്കുന്ന ഒരു കൂട്ടം അക്ഷരങ്ങൾ. ആ കോഡ് ഇപ്രകാരമായിരുന്നു: അക്ഷരം .രക്ഷസ് .സ്വാഗതം = വായനക്കാരന്റെ ഭയം പ്ലസ് എഴുത്തുകാരന്റെ രഹസ്യം. സമയപരിധി: രക്ഷപ്പെടുക 12:07 AM. ഇപ്പോൾ ലക്ഷ്യം അവസാനം = ചിരകാലം. ഓരോ സെക്കൻഡിലും ആ കോഡ് റിഫ്രഷ് ചെയ്യുന്നു. സമയപരിധി കുറഞ്ഞു വരുന്നു. അയാളുടെ ഭാവന ഒരു ആധുനിക മഷിപ്പേനയായി മാറി. ഒരു പുരാതന ദുർമൂർത്തിയെ സോഷ്യൽ മീഡിയയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഈ ഭീകരത ചിരകാലം എന്ന ഈ തറവാടുമായി ബന്ധപ്പെട്ടതാണ്. തന്റെ കഥ ഈ വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഹരി ഉടൻ തന്നെ താൻ എഴുതാനായി ഉപയോഗിക്കാറുള്ള ഒരു നോട്ട്ബുക്ക് തുറന്നു. ചിരകാലത്തിന്റെ ചരിത്രം എഴുതിവെച്ച പേജുകൾ. അയാളുടെ മുത്തശ്ശൻ തന്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിവെച്ച ഒരു താളാണത്. മുത്തച്ഛന്റെ കൈയക്ഷരം, താളിലെ വരികൾ, മുത്തച്ഛൻ എഴുതിയത്. ഞാനിതെഴുതുന്നത് 1984 ജൂലൈ 18 12:07 എന്റെ കയ്യിലുള്ള ഘടികാരം നിലച്ചു. 1 വർഷം മുമ്പ് കാവിലെ മണ്ണുപയോഗിച്ച് ഞാൻ നിർമ്മിച്ച നരബലിയുടെ പ്രതിഷ്ഠ. അത് തളത്തിൽ വെച്ച ശേഷം ഈ വീടിന് ശാപമാണ്. ഞാൻ ചെയ്ത തെറ്റ്. ഒരു അക്ഷരത്തെ പോലും പുറത്തുവിടരുത് എന്ന് സത്യം ചെയ്യിച്ച ശേഷം ഞാൻ ആ പ്രതിഷ്ഠ കാവിനടുത്തുള്ള കിണറ്റിലെറിഞ്ഞു. പക്ഷെ അത് തിരികെ വരുന്നു. അത് പ്രതികാരം ചെയ്യും. അവന്റെ പേര് അക്ഷരരക്ഷസ്. അക്ഷരരക്ഷസ്. ഹരിക്ക് ശ്വാസം നിലച്ചുപോയി. തന്റെ മുത്തച്ഛൻ താൻ എഴുതിയ കഥയുടെ അതേ സമയത്ത് അതേ തളത്തിൽ അതേ ഭീകരത നേരിട്ടിരിക്കുന്നു. മുത്തച്ഛന്റെ നോട്ട്ബുക്കിലെ ഈ വാക്കുകൾ താൻ എഴുതിയ കോഡിലെ അക്ഷരം .രക്ഷസ് .സ്വാഗതം എന്ന കമാൻഡിനോട് ചേർന്നു നിൽക്കുന്നു. മുത്തച്ഛൻ എഴുതിയ ആ പ്രതിഷ്ഠ കാവിനടുത്തുള്ള കിണറ്റിൽ. മഴയുടെ ഇരമ്പൽ പുറത്ത് ശക്തമായി. കാവിനടുത്തുള്ള കിണർ തറവാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ആ കിണർ ഉപയോഗിച്ചിട്ട് വർഷങ്ങളായി. ആരും അതിൽ നിന്ന് വെള്ളം കോരാറില്ല. അതിനു മുകളിൽ ഇപ്പോൾ അടപ്പുമില്ല. തനിക്കിപ്പോൾ കിണറിനടുത്തേക്ക് പോകാൻ സാധിക്കില്ല. കതക് പൂട്ടിയിരിക്കുകയാണ്. പെട്ടെന്ന് മുറിയുടെ മരമേശയുടെ അടിയിൽ നിന്ന് ഒരു ഇഴച്ചിൽ കേട്ടു. ഹരിഞ്ഞെട്ടി കസാര പിന്നിലേക്ക് തള്ളി. മേശയുടെ അടിയിലേക്ക് ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു. ആ കാഴ്ച കണ്ട് ഹരിയുടെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് പാഞ്ഞുപോയി. മേശയുടെ അടിയിൽ തറയിൽ മനുഷ്യന്റെ കൈപ്പത്തിയുടെ വലിപ്പമുള്ള ഒരു ചെറിയ കിണർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത് തറയിൽ മാർബിളിന്റെ നടുവിൽ രൂപപ്പെട്ട കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു ചെളിവൃത്തമായിരുന്നു. ആ വൃത്തത്തിന്റെ മധ്യത്തിൽ ഒരു ചെറിയ കറുത്ത ദ്വാരം. ആ ദ്വാരത്തിൽ നിന്ന് സൂചിമുനകൾ പോലെയുള്ള ചെറിയ ഇലകൾ പുറത്തേക്ക് വരുന്നു. അത് തളത്തിലെ കാവിനടുത്തുള്ള കുളത്തിലെ താമരയിലകൾ പോലെ തോന്നി. കിണർ മുറിയിൽ വന്നുവോ? ഭയം ഹരിയുടെ ചിന്താശേഷിയെ കെടുത്തിക്കളഞ്ഞു. ഹരിയുടെ ശ്രദ്ധ കതകിലേക്ക് തിരിഞ്ഞു. പുറത്തുനിന്ന് തന്നെ പൂട്ടിയ ആ ശക്തി ഇനി വാതിൽ തകർത്ത് അകത്തേക്ക് വരുമോ? ഹരി കസേരയെടുത്ത് വാതിലിന് കുറുകെ വെച്ചു. വാതിൽ തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ശബ്ദം കേൾക്കാം. തനിക്ക് പ്രതിരോധിക്കാൻ കുറച്ച് സമയം കിട്ടും. ഹരി വീണ്ടും ലാപ്ടോപ്പിനടുത്തേക്ക് തിരിഞ്ഞു. ഇപ്പോൾ തന്റെ ലക്ഷ്യം ഒന്നേയുള്ളൂ: ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് രക്ഷപ്പെടുക. അയാൾ ദുർമൂർത്തി എന്ന അക്കൗണ്ടിന്റെ പ്രൊഫൈൽ പേജിലേക്ക് പോയി. പ്രൊഫൈൽ ചിത്രം മാറ്റിയിരിക്കുന്നു. നേരത്തെ ഒരു കറുത്ത ചിത്രം മാത്രമായിരുന്നു. ഇപ്പോൾ ഒരു കത്തുന്ന മെഴുകുതിരിയുടെ ചിത്രമാണവിടെ. പക്ഷെ ആ മെഴുകുതിരിയുടെ ചിത്രം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഹരിക്ക് മനസ്സിലായി, അത് തീവ്രമായ വെളിച്ചത്തിൽ ഒരു മനുഷ്യന്റെ വാരിയെല്ലുകൾക്ക് മുന്നിൽ വെച്ച മെഴുകുതിരിയാണ്. വാരിയെല്ലിന്റെ അസ്ഥികൾ അതിൽ വ്യക്തമായി കാണാം. ആരോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. തന്നെ മാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. ആ പ്രൊഫൈലിന്റെ താഴെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ്. ചിലർ എണ്ണുന്നു. ഞാൻ ആരുടെ? നിന്റെയോ അതോ അവരുടെയോ? 11. ഹരി നെറ്റിച്ചുളിച്ചു. എന്തിന്റെ എണ്ണമാണത്? അയാളുടെ മൊബൈൽ ഫോൺ നിലത്ത് കിടന്ന് അതിന്റെ പൊട്ടിയ സ്ക്രീനിലൂടെ മിന്നാൻ തുടങ്ങി. ഒരു പുതിയ മെസ്സേജ്. സ്വകാര്യമായി വന്ന സന്ദേശം. അയച്ചയാൾ വിജിത്ത് കുട്ടൻ, ഗ്രൂപ്പിലെ ഒരു വായനക്കാരൻ. വിജിത്ത്: ഹരി സാർ, നിങ്ങൾ എഴുതിയത് മുഴുവൻ സത്യമാണ്. ഞാൻ ഈ കഥ വായിച്ചത് എന്റെ ബെഡ്റൂമിൽ ഇരുന്നാണ്. കുറച്ചു മുമ്പ് ഞങ്ങളുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഒരു തണുപ്പ്, വല്ലാത്തൊരു തണുപ്പ്. ഞാൻ നോക്കിയപ്പോൾ സാർ, തളത്തിലെ ആ കാൽപ്പാട്, അതേ ചെളി ഇവിടെ ബെഡ്റൂമിൽ. ഒരു പാടല്ല, ഒരു കൂട്ടം പാടുകൾ, ഒന്നിനു പുറകെ ഒന്നായി എന്റെ കട്ടിലിന് ചുറ്റും. സാർ, എന്റെ വീട് കൊല്ലത്താണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഈ ചെളി? വിജിത്തിന്റെ ഭയം ഹരിക്ക് മനസ്സിലായി. അയാൾക്ക് ഈ ഭയം അറിയുന്നതുകൊണ്ടാണ് താൻ എഴുതിയ അക്ഷരങ്ങൾ ഇന്റർനെറ്റിന്റെ അതിരുകൾ ഭേദിച്ച് ഓരോ വായനക്കാരന്റെയും ലോകത്തേക്ക് ഈ ഭീകരതയെ എത്തിക്കുന്നത്. ഹരി ഉടൻ മറുപടി നൽകി. പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക വിജിത്ത്. മറുപടി വന്നു. പറ്റിയില്ല സാർ, അതിനു മുൻപേ ആ പോസ്റ്റ് മാഞ്ഞുപോയി എന്റെ ഫീഡിൽ നിന്ന്.
പക്ഷേ പകരം എൻ്റെ ഫോണിൽ ഒരു പുതിയ ഓഡിയോ ഫയൽ, അതിൻ്റെ പേര് 12:7 എന്നാണ്. അത് ഞാൻ തുറന്നു നോക്കിയില്ല. പക്ഷേ ഹരിയുടെ ശ്വാസം നിലച്ചുപോയി. വീണ്ടും വിജിത്തിന്റെ സന്ദേശം. സർ, ഞാൻ എൻ്റെ ഭാര്യയുടെ വാരിയെല്ലുകൾ ഞാൻ എണ്ണി 11. അത് കത്തുന്നു. വിജിത്തിന്റെ സന്ദേശം അവിടെ മുറിഞ്ഞുപോയി. അവസാന സന്ദേശം 3 അഗ്നിയുടെ ഇമോജികൾ മാത്രം. ഹരിക്ക് തല കറങ്ങുന്നതുപോലെ തോന്നി. ദുർമൂർത്തിയുടെ സ്റ്റാറ്റസിലെ 11 എന്നക്കം വിജിത്തിന്റെ ഭാര്യയുടെ വാരിയെല്ലുകളുടെ എണ്ണം. അയാൾ എഴുതിയ കഥ ഒരാളെ തെരഞ്ഞെടുത്ത് അവരുടെ ശരീരത്തിലെ ഭാഗങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നു. ഇത് വായനക്കാരനെതിരായ ഒരു യുദ്ധമാണ് എന്നെഴുതിയ ഹരിക്കെതിരെയുള്ള പ്രതികാരം. ഹരി മന്ത്രിച്ചു. ആ നിമിഷം മുറിയിൽ കണ്ട കിണറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം തറയിലേക്ക് തെറിച്ചു. അത് വെള്ളമല്ല, ചോരയായിരുന്നു. ഹരി വേഗം കസാരയെടുത്ത് കിണറിന്റെ ആ ചെറിയ വൃത്തത്തിലേക്ക് എറിഞ്ഞു. ഒരു വലിയ ശബ്ദം ആ മുറിക്കുള്ളിൽ ഭീകരമായി മുഴങ്ങി. കസാര ആ ചെളി വൃത്തത്തിലേക്ക് ആഴ്ന്നുപോയി. ആ ചെറിയ ദ്വാരത്തിൽ നിന്ന് ചോര കൂടുതൽ പുറത്തേക്ക് വരുന്നു. ആ ചോരയ്ക്ക് തളത്തിലെ കാൽപ്പാടിന്റെ അതേ തണുപ്പായിരുന്നു. ഹരിക്കറിയണം ഈ കിണർ എങ്ങോട്ടാണ് തുറക്കുന്നത്. അയാൾ തന്റെ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് മുറിയിലെ ചെറിയ കിണറ്റിലേക്ക് വെളിച്ചമടിച്ചു. വെളിച്ചം ആ ചെറിയ ദ്വാരത്തിലേക്ക് പതിച്ചപ്പോൾ ഹരി കണ്ട കാഴ്ച അതൊരു ദ്വാരമല്ലായിരുന്നു. അത് കറുത്തു തിളങ്ങുന്ന ആയിരക്കണക്കിന് കണ്ണുകളായിരുന്നു. ചെറുതും വലുതുമായ കറുത്ത പാറ്റകളുടെ കണ്ണുകൾ പോലെ അത് തിരിഞ്ഞും മറിഞ്ഞും ഹരിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആ കണ്ണുകളിൽ നിന്ന് ഒരു നേർത്ത ശബ്ദമുയർന്നു. 1000 പേർ ഒരുമിച്ച് ഒരേ താളത്തിൽ നിശബ്ദമായി ശ്വാസം വലിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നത് പോലെ. അത് വിജിത്ത് പറഞ്ഞ സംഗീതമാണ്, മരണത്തിന്റെ നിശബ്ദമായ സംഗീതം. ഹരി തലകുലുക്കി പിന്നിലേക്ക് നീങ്ങി. ഇല്ല, ഞാൻ എഴുതിയതല്ല ഇത്. പക്ഷേ മുത്തശ്ശന്റെ ഡയറിയിലെ ആ വാചകം ഹരിയുടെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. ഞാൻ ചെയ്ത തെറ്റ്, ഒരു അക്ഷരത്തെ പോലും പുറത്തുവിടരുത് എന്ന് സത്യം ചെയ്യിച്ചതിന് ശേഷം ഞാൻ ആ പ്രതിഷ്ഠ കാവിനടുത്തുള്ള കിണറ്റിലെറിഞ്ഞു. തന്റെ മുത്തശ്ശൻ ഈ അക്ഷരരക്ഷസിനെ അടക്കം ചെയ്തത് ആ കിണറ്റിലാണ്. താൻ അതിനെ അക്ഷരങ്ങളിലൂടെ മോചിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ താൻ ചെയ്യേണ്ടത് ഒന്നു മാത്രം, ഈ വീടിന്റെ പുറത്തുള്ള കിണർ കണ്ടെത്തുക. ആ പ്രതിഷ്ഠ എവിടെയോ വീടിന് സമീപം തിരിച്ചെത്തിയിട്ടുണ്ട്. അയാൾ ലാപ്ടോപ്പിന്റെ USB പോർട്ടിൽ ഒരു ചെറിയ പെൻഡ്രൈവ് തിരുകി. താൻ എഴുതിയ കഥയുടെ ഫയൽ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു. ഉടനെ ഒരു ക്ലിക്ക് ശബ്ദം മുഴങ്ങി. കോപ്പി ചെയ്യുന്ന ഫയലിന്റെ ശബ്ദം. പെട്ടെന്ന് ആ ശബ്ദം നിലച്ചു. എറർ, ഫയൽ ഈസ് ഇൻ യൂസ് ബൈ അനദർ പ്രോഗ്രാം. ഏത് പ്രോഗ്രാം? ഹരി അലറി. സ്ക്രീനിൽ താൻ എഴുതിയ കഥയുടെ മുകളിൽ ഒരു ടൈറ്റിൽ തെളിഞ്ഞു. ദുർമൂർത്തി ഇപ്പോൾ ഈ ഫയൽ ഉപയോഗിക്കുന്നു. അക്ഷരരക്ഷസ് തന്റെ കഥാഫയലിനെ പിടിച്ചെടുത്തിരിക്കുന്നു. തനിക്കിനി ആ ഫയലിൽ മാറ്റങ്ങൾ വരുത്താനോ ഡിലീറ്റ് ചെയ്യാനോ സാധ്യമല്ല. ഹരിയുടെ ശരീരം വിറച്ചു. താൻ പൂട്ടിയിട്ട മുറിയിൽ, കസാരയെടുത്ത കിണറ്റിൽ, സീലിംഗിലെ മൺപാടും എല്ലാം ഒരു ഭീകരമായ ചക്രവാളത്തിൽ അകപ്പെട്ടതുപോലെ. കഥകിൽ ആരോ ചുരണ്ടുന്ന നേരിയ ശബ്ദം. അത് നഖങ്ങളുടെ ശബ്ദമാണ്. വളരെ സാവധാനം ശ്രദ്ധയോടെ തന്നെ നോക്കിക്കൊണ്ട് ഹരി കഥകിൽ കാതോർത്തു. ശബ്ദം നിലച്ചു. അയാൾ ഒരു നിശ്വാസത്തോടെ പിന്നിലേക്ക് മാറി. ആ നിമിഷം കഥകിന്റെ താഴ്ഭാഗത്ത് തന്നെ പൂട്ടിയിരുന്ന ഓട്ടോമാറ്റിക് ക്ലോക്കിന്റെ താക്കോൽ അകത്തേക്ക് തള്ളി വീണു. ലോഹത്തിന്റെ ഒരു നേർത്ത ശബ്ദം. താക്കോൽ പുറത്തുനിന്നല്ലേ പൂട്ടിയത്? ഈ താക്കോൽ എങ്ങനെ അകത്തേക്ക് വന്നു? ഒന്നുകിൽ തന്നെ പൂട്ടിയ ആ ശക്തി അതിപ്പോൾ വീടിനകത്ത്, ഈ മുറിക്കകത്ത് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ശക്തി തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറന്നു തന്നിരിക്കുന്നു. ഹരി താക്കോലെടുക്കാൻ തറയിലേക്ക് കുനിഞ്ഞു. അവിടെ താക്കോലിനടുത്ത് മറ്റൊരു പാട്. കാൽപ്പാടല്ല, ഒരു ചെറിയ വിരൽപ്പാട്. നനഞ്ഞ ചെളിയിൽ മുങ്ങിയ ഒരു കുഞ്ഞിന്റെ വിരൽപ്പാട്. ഹരിക്ക് തന്റെ ഹൃദയം നിലയ്ക്കുന്നതുപോലെ തോന്നി. താൻ ഭാവനയിൽ സൃഷ്ടിച്ച ദുർമൂർത്തി, തന്റെ മുത്തശ്ശന്റെ അക്ഷരരക്ഷസ്, അതിന് കുഞ്ഞിന്റെ രൂപമാണോ? താക്കോൽ കയ്യിലെടുക്കാൻ ശ്രമിക്കാതെ തറയിൽ കമഴ്ന്നു കിടക്കുന്ന ഫോണിന്റെ വെളിച്ചത്തിൽ ഹരി കഥകിന്റെ പൂട്ടിലേക്ക് നോക്കി. അവിടെ പൂട്ടില്ലായിരുന്നു. കഥക് വെറുതെ ചാരിയിട്ടിരിക്കുകയായിരുന്നു. ഹരിയുടെ തലയ്ക്ക് ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. തന്നെ പൂട്ടിയിട്ടു എന്ന് വിശ്വസിപ്പിച്ച് കഥയിലെ ഭയം തന്നെ കെണിയിലാക്കുകയായിരുന്നു. അയാൾ വേഗം എഴുന്നേറ്റ് കഥക് തുറന്നു. മുൻവശത്തെ വിശാലമായ തളത്തിൽ ഘനീഭവിച്ച ഇരുട്ട്. ജനറേറ്ററിന്റെ വെളിച്ചം മുറികൾക്കകത്ത് മാത്രമേ ഉള്ളൂ. പുറത്ത് മഴ പൂർണ്ണമായും നിലച്ചിരുന്നു. അന്തരീക്ഷത്തിൽ ഒരു കനത്ത നിശബ്ദത. നേരത്തെ കേട്ട ഘടികാര ശബ്ദത്തേക്കാൾ ഭീകരമായ നിശബ്ദത. ഹരിനാരായണൻ മുറിക്ക് പുറത്തേക്ക് കാൽവെച്ചു. നനഞ്ഞ ചെളിപ്പാട് പതിഞ്ഞ തളത്തിൽ ആ ഇരുട്ടിൽ ഹരിയുടെ മനസ്സലറി. അവൻ കഥ എഴുതുന്നു. താൻ അറിഞ്ഞോ അറിയാതെയോ എഴുതിയ ഓരോ വരിയും തൻ്റെ ജീവിതത്തെയും മറ്റു വായനക്കാരെയും ഒരു മരണക്കെണിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. രക്ഷപ്പെടാൻ ഒരു വഴി മാത്രം, കിണറ്. ഹരിവേഗം പുറത്തെ കുന്നിൻ ചെരുവിലേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ തളത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ ചുവരിൽ അയാളുടെ മുത്തശ്ശന്റെ ഒരു പഴയ ചിത്രം തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ചിരിക്കുന്ന മുഖത്തോടെ. ആ ചിരിയിൽ എന്തോ ഒരു സൂചന ഒളിപ്പിച്ചു വെച്ചതുപോലെ.
അയാൾ ചിത്രത്തിനടുത്തേക്ക് ചെന്നു. ചിത്രത്തിനു മുകളിൽ ഭിത്തിയിൽ നേർത്ത കരി കൊണ്ട് ആരോ ഒരു വരി എഴുതിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്. കത്തുകൾക്ക് മറുപടി പറയരുത്. കത്തുകളോ? ഏത് കത്തുകൾ? മുത്തശ്ശന്റെ ചിത്രത്തിന്റെ താഴെ ഭിത്തിയിൽ വെച്ചിരുന്ന ഒരു പഴയ ഇരുമ്പുപെട്ടിയിലേക്ക് ഹരിയുടെ ശ്രദ്ധ പോയി. വർഷങ്ങളായി പൂട്ടിയിരിക്കുന്ന പെട്ടിയാണത്. അയാളുടെ കയ്യിൽ ആ പെട്ടിയുടെ താക്കോലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് മുറിയിലേക്ക് ആരോ തള്ളിയിട്ടു തന്ന ആ താക്കോലിന്റെ കാര്യം ഹരി ഓർത്തത്. അയാൾ കയ്യിൽ വെച്ചിരുന്ന താക്കോലെടുത്ത് ഇരുമ്പുപെട്ടിയിലേക്ക് വെച്ച് നോക്കി. കൃത്യമായി ആ താക്കോൽ അതിനോട് ചേർന്നു. ഭയം ഹരിയുടെ ഞരമ്പുകളിൽ ഓടി നടന്നു. തന്നെ പൂട്ടിയിട്ടതും താക്കോൽ തള്ളിയിട്ടതും തന്നെ ഈ ഭീകരതയിലേക്ക് നയിച്ചതുമെല്ലാം തന്റെ മുത്തശ്ശന്റെ ആത്മാവാണോ? ഹരി പെട്ടി തുറന്നു. ഉള്ളിൽ പഴയ ചകിരിയുടെയും ചന്ദനത്തിന്റെയും ഗന്ധം. ഒരു കൂട്ടം പഴയ ചുവന്ന നിറത്തിലുള്ള കത്തുകൾ. അതിലെ കൈയക്ഷരം ഒരു കുട്ടിയുടേതുപോലെ. ഹരി ഒരു കത്തെടുത്ത് തുറന്നു. കറുത്ത മഷി. വർഷങ്ങൾ പഴക്കമുണ്ടായിട്ടും ഇപ്പോൾ എഴുതിയതുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. കത്ത്: 1984 ജൂലൈ. ഇന്ന് ഞാൻ കാവിനരികിൽ നിന്നെ കണ്ടു. നിന്റെ എഴുത്ത് എനിക്കിഷ്ടമായി. പക്ഷെ നീ എന്നെക്കുറിച്ച് എഴുതിയില്ല. എനിക്ക് പേടിയാകുന്നു. നീ എനിക്ക് മറുപടി എഴുതണം. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കഥ പൂർത്തിയാകും. 12/7 വരെ കാത്തിരിക്കാൻ വയ്യ. എന്ന് നിന്റെ സ്വന്തം അക്ഷരം. അക്ഷരം? ഇതൊരു കുട്ടിയുടെ കത്താണോ? അതോ മുത്തശ്ശന്റെ അക്ഷരരക്ഷസ് താനൊരു എഴുത്തുകാരനായതുകൊണ്ട് തന്നെ വേട്ടയാടാൻ തിരഞ്ഞെടുത്തിരിക്കുന്നുവോ? ഹരിയുടെ ശ്രദ്ധ ആ കത്തിലെ അവസാന വരിയിലേക്ക് പോയി. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കഥ പൂർത്തിയാക്കും. താൻ എഴുതിയ കഥയുടെ ഫയൽ ഇപ്പോൾ ദുർമൂർത്തി കൈവശപ്പെടുത്തിയിരിക്കുന്നു. അയാൾക്ക് വ്യക്തമായി താൻ എഴുതിയ കഥയുടെ ആദ്യത്തെ 11 ഭാഗങ്ങൾ ദുർമൂർത്തിക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇനി തന്റെ മരണം മാത്രമാണ് ആ കഥയുടെ 12ാം ഭാഗം. പെട്ടെന്ന് തളത്തിലെ വരാന്തയിൽ ഒരു ശബ്ദം. അതൊരു തുള്ളിച്ചാട്ടമാണ്. ഒരു കുഞ്ഞിന്റെ ചിരിയും തുള്ളിച്ചാട്ടവും. ഹരി തിരിഞ്ഞു നോക്കി. ഇരുണ്ട തളത്തിൽ ആരുടെയും കണ്ണുകൾക്ക് പിടികൊടുക്കാതെ ഒരു നിഴൽ. അത് 4 കാലിൽ ഇഴഞ്ഞു നീങ്ങുന്നു. തറയിൽ ചുവന്ന ചെളിപ്പാട് പതിപ്പിച്ചുകൊണ്ട് അത് തന്റെ മുറിയിലേക്ക്, തന്റെ ലാപ്ടോപ്പിലേക്ക് അടുക്കുകയാണ്. ഓരോ നിമിഷവും ഭയം ഹരിയുടെ ഹൃദയത്തെ ഞെരുക്കി. അയാളുടെ കഥയിലെ 12ാം അധ്യായം പുറത്തെ വരാന്തയിൽ നിന്ന് അയാളെ തേടി വരുന്നു. ഹരിനാരായണൻ ഇരുമ്പുപെട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇല്ല, എനിക്കിനിയും എഴുതണം. ഈ കഥ അവസാനിക്കാൻ പാടില്ല. ഈ പേടി ഇതിവിടെ അവസാനിക്കാൻ പാടില്ല. അയാൾ തിരിഞ്ഞ് അടുക്കളവാതിലിലൂടെ ഇരുണ്ട പറമ്പിലേക്ക് ഓടി. ലക്ഷ്യം കാവിനടുത്തുള്ള കിണറായിരുന്നു. അയാളുടെ കാതുകളിൽ മുമ്പ് കേട്ട ആ തുള്ളിച്ചാട്ടം നിലച്ചുപോയിരുന്നു. പകരം ഒരു നേർത്ത ചുരണ്ടൽ ശബ്ദം. തറയിലെന്തോ വലിച്ചിഴയ്ക്കുന്നത് പോലെ. പതിഞ്ഞ താളത്തിൽ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് അത് പിന്തുടരുന്നു. അവൻ എന്റെ കഥ പൂർത്തിയാക്കാൻ വരുന്നു. ഹരി കിതച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു. ഇരുമ്പുപെട്ടി അയാളുടെ കൈകളിൽ വല്ലാതെ ഭാരം തൂങ്ങി. അതിനുള്ളിലെ കത്തുകൾ ഇപ്പോൾ അവ വെറും കടലാസുകളല്ല. അവ അക്ഷരരക്ഷസിന്റെ ഇരകളാണ്. അടുക്കളയിലേക്ക് കടക്കുന്നതിനു മുൻപുള്ള ചെറിയ ഇടനാഴി. അവിടെയാണ് പണ്ട് തറവാട്ടിൽ ഭക്ഷണം കഴിച്ചിരുന്നത്. അവിടെ വെളിച്ചമില്ല. കറണ്ട് പോകുമ്പോൾ ആ ഭാഗം ഇരുട്ടിലായിരിക്കും. തണുത്തുറഞ്ഞ ഇരുട്ട്. ഹരി ഇടനാഴിയിലേക്ക് കാൽ വെച്ചതും പാദങ്ങൾക്ക് താഴെ എന്തോ ഒന്ന് ചുരുളുന്നതായി അനുഭവപ്പെട്ടു. അയാൾ ഞെട്ടിത്തെറിച്ചു നിന്നു. കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കരിങ്കൽ തറ. അതിൽ 100 കണക്കിന് ചെറിയ നനഞ്ഞ കറുത്ത പാറ്റകൾ. തളത്തിലെ കിണറ്റിൽ കണ്ട കണ്ണുകൾ പോലെ അവ തറയിൽ ചലിക്കുന്നു. ഹരി ഭയന്ന് അവയുടെ മുകളിൽ ചവിട്ടാതെ കാൽ മുമ്പിലേക്ക് വെച്ചോടി. ആ പാറ്റകൾ അയാൾ ഓടുന്ന വഴിക്കിരുവശവും ഒരു കറുത്ത നദി പോലെ ചലിച്ചു. ഹരിക്ക് അവയുടെ ചിറകടിയുടെ നേരിയ ശബ്ദം പോലും കേൾക്കാൻ സാധിച്ചു. അയാൾ വേഗം കയ്യിലുണ്ടായിരുന്ന ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് പാറ്റകൾക്ക് മുകളിലൂടെ വെളിച്ചമടിച്ചു. വെളിച്ചം പതിച്ചതും പാറ്റകൾ കൂട്ടത്തോടെ ചുമരിലേക്ക് ഇഴഞ്ഞു കയറാൻ തുടങ്ങി. അവ ചുമരിൽ ഒരു കറുത്ത വരയുടെ രൂപത്തിൽ 12/7 എന്ന അക്കം സൃഷ്ടിച്ചു. ഹരി ആ കാഴ്ചയിൽ നിന്ന് കണ്ണെടുത്ത് അടുക്കളവാതിലിലേക്ക് പാഞ്ഞു. അടുക്കള, തറവാട്ടിലെ ഏറ്റവും പഴയ ഭാഗം. മണ്ണും പുകയും മണക്കുന്ന ഒരിടം. അയാൾ വേഗം അടുക്കളവാതിൽ തള്ളിത്തുറന്ന് പുറത്തേക്ക് ചാടി. മഴ പൂർണ്ണമായും നിലച്ചിരുന്നു. ഇരുട്ട്, നക്ഷത്രങ്ങളില്ലാത്ത ആകാശം. പുറത്തെ ഇരുട്ട് വീടിനകത്തെ ഇരുട്ടിനേക്കാൾ കട്ടിയുള്ളതായിരുന്നു. വീടിന്റെ പുറകിലെ വാഴത്തോട്ടങ്ങളും കുന്നിൻ ചെരുവും ഇരുട്ടിൽ മാഞ്ഞുപോയിരുന്നു. ഹരി തിരിഞ്ഞ് അടുക്കളവാതിൽ അടച്ചു. ഭാരം വെച്ച ആ ഇരുമ്പ് പെട്ടി നിലത്തുവെച്ചു. ഒരൽപ്പം ആശ്വാസം. പക്ഷെ പിന്നിലൂടെ കാൽപ്പാടില്ലാത്ത തെന്നിമാറുന്ന ഒരു നിഴൽ. അയാൾ തലയുയർത്തി നോക്കി. അടുക്കളവാതിലിനോട് ചേർന്ന് വെച്ചിരുന്ന പഴയ ചിരവ. പണ്ട് തേങ്ങ ചിരവാനായി ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള ആ ചിരവ തറയിൽ പതിഞ്ഞ വേഗത്തിൽ സ്വയം കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഹരിയിൽ നടുക്കമുണ്ടാക്കി. ആ ചിരവയുടെ മൂർച്ചയേറിയ അഗ്രം അത് തന്നെ തുറച്ചു നോക്കുന്നത് പോലെ ഹരിക്ക് തോന്നി. ചിരവയിൽ എപ്പോഴോ ഉണങ്ങിപ്പിടിച്ച തേങ്ങാപ്പീരയുടെ നിറത്തിൽ ചുവന്ന ചെളി പറ്റിപ്പിടിച്ചിരുന്നു. അയാളുടെ ശ്രദ്ധ ഉടൻ തന്നെ ചിരവയ്ക്ക് മുകളിലുള്ള ചുമരിലേക്ക് പോയി. ആ ചിരവയുടെ മുകളിൽ ചുമരിൽ കരികൊണ്ട് ആരോ എഴുതിയ അതേ വരി വീണ്ടും. ഇവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത്.
കത്തുകൾക്ക് മറുപടി പറയരുത്. ചിത്രത്തിനു മുകളിൽ എഴുതിയ അതേ വരി അടുക്കളയിലും. ഹരി പെട്ടെന്ന് ഇരുമ്പ് പെട്ടി തുറന്നു. അതിൽ നിന്നും ഒരു കത്ത് വലിച്ചെടുത്തു. കത്ത് 2. 1984 ഓഗസ്റ്റ്. ഇന്ന് നീ വീണ്ടും എഴുതിയില്ല. നീ പേടിക്കുന്നു. ഞാൻ നിന്റെ പേടി അക്ഷരങ്ങളിലൂടെ കുടിക്കാനായി കാത്തിരിക്കുന്നു. 12/7 ഞാൻ വരും. പക്ഷേ എനിക്കിപ്പോൾ വിശക്കുന്നു. എന്റെ കഥാപാത്രങ്ങൾക്ക് മറുപടി എഴുതാൻ ആളെ കൂട്ടണം. അതിനായി ഈ വീട്ടിലെ എഴുത്തുകാരന്റെ രക്തം. ചിരവ ഓർമ്മയുണ്ടോ? മറുപടി എവിടെ എന്ന് നിന്റെ സ്വന്തം അക്ഷരം. എഴുത്തുകാരന്റെ രക്തം. ഹരി നിന്നു വിറച്ചു. ചിരവ നരബലിയുടെ പ്രതിഷ്ഠയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സൂചന. മുത്തശ്ശൻ തന്റെ രക്തം ഉപയോഗിച്ചാണോ ഈ ഭീകരസത്തയെ ശാന്തമാക്കാൻ ശ്രമിച്ചത്? അയാൾ ചിരവയുടെ അടുത്തേക്ക് ചെന്നു. ചിരവ ഇപ്പോൾ കറങ്ങുന്നത് നിർത്തിയിരിക്കുന്നു. പകരം അതിന്റെ മൂർച്ചയുള്ള അറ്റം അയാൾക്ക് നേരെ ചൂണ്ടി നിന്നു. ഹരിക്ക് പേടിയായി. പക്ഷെ അയാൾക്കറിയാമായിരുന്നു, ഇപ്പോൾ ഈ ചിരവ വെറും ഒരു ഉപകരണം മാത്രമാണ്. അതിനു പിന്നിലുള്ള ഭീകരശക്തി തന്റെ ലാപ്ടോപ്പിനടുത്തേക്ക് പോയിരിക്കുന്നു. ഹരിക്ക് കൂടുതൽ സമയം നഷ്ടപ്പെടുത്താനില്ലായിരുന്നു. ലക്ഷ്യം കിണറാണ്. ഹരിനാരായണൻ ഇരുമ്പുപെട്ടിയുമായി അടുക്കളപ്പറമ്പ് കടന്ന് കാവിനടുത്തുള്ള കുന്നിൻ ചെരുവിലേക്ക് ഓട്ടം തുടർന്നു. പറമ്പിൽ നനഞ്ഞ മണ്ണിൽ ഹരിയുടെ കാലുകൾ പലതവണ വഴുതി. പക്ഷെ അയാൾ വീഴാതെ ഓടി. ഈ നിമിഷം വീഴുക എന്നാൽ കഥാപാത്രം തന്റെ മരണം എഴുതാൻ അനുവദിക്കുന്നതിന് തുല്യമാണ്. പറമ്പിലൂടെയുള്ള ഓട്ടത്തിനിടയിൽ അയാൾക്ക് പിന്നിൽ കുന്നിന്റെ ചെരുവിൽ നിന്ന് ഒരു താരാട്ടുപാട്ടിന്റെ നേരിയ ഈണം കേട്ടു തുടങ്ങി. താരാട്ടുപാട്ടോ? അതും ഈ നട്ടപ്പാതിരയ്ക്ക്? ശബ്ദം വളരെ നേർത്തതാണ്. ഒരു കുട്ടിയുടെ ശബ്ദം. പക്ഷെ അതിനൊരു തരം മരവിപ്പുണ്ടായിരുന്നു. ഓരോ വരിയും ഹരിക്ക് വ്യക്തമായി കേൾക്കാൻ സാധിച്ചു. അത് പണ്ട് കേരളത്തിലെ അമ്മമാർ പാടിയിരുന്ന ഒരു താരാട്ടുപാട്ടായിരുന്നു. ആരിരാരോ ആരിരാരോ നീ ഉറങ്ങ് ഉണ്ണിയുറങ്ങ്. പക്ഷെ ആ ശബ്ദം ഹരിയെ ഉറക്കാനല്ല, ഉണർത്താനാണ് വന്നത്. അതൊരു കെണിയാണ്. താരാട്ടുപാട്ട് കേൾക്കും തോറും ഹരിയുടെ ഓട്ടത്തിന് വേഗത കുറഞ്ഞു. തലച്ചോറ് തളർന്നു. ശരീരം തണുത്തു. നിന്റെ ശരീരം ഞങ്ങളുടേതാണ്. 11 വാരിയല്ലുകൾ. ഇനി ഒന്നുകൂടി. ആ ചിന്ത ഹരിയുടെ മനസ്സിൽ അലറി. താരാട്ടുപാട്ടിന്റെ ഈണം വല്ലാതെ അടുത്തുവരുന്നു. ആ ശബ്ദം അയാളുടെ തലച്ചോറിനുള്ളിൽ നിന്ന് വരുന്നത് പോലെ. അവസാനം ഇരുട്ടിൽ കണ്ണിറക്കി ഒരുവിധം ഹരി കിണറിന്റെ അടുത്തേക്കെത്തി. കാവിനോട് ചേർന്ന് കുന്നിന്റെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന വർഷങ്ങളായി ഉപയോഗിക്കാത്ത ആ കിണർ കരിങ്കല്ലുകൊണ്ട് കെട്ടിയുയർത്തിയ ഒരു ഭീമാകാരമായ സ്തൂപം പോലെ നിന്നു. കിണറിന് മുകളിൽ ഇപ്പോൾ അടപ്പില്ല. ചുറ്റും കാട് കയറി കിടക്കുന്നു. ഹരി ശ്വാസം അടക്കി പിടിച്ച് കിണറിന്റെ വക്കിൽ ചെന്ന് നിന്നു. കിണറിന്റെ ഉൾഭാഗത്ത് വല്ലാത്ത ഇരുട്ടായിരുന്നു. അയാൾ കിണറിന്റെ വക്കിൽ കൈവച്ചു. അവിടുത്തെ കരിങ്കല്ലുകൾക്ക് രാത്രിയുടെ തണുപ്പിനെ ഭേദിക്കുന്ന ചൂടുണ്ടായിരുന്നു. ഒരുതരം ജ്വലിക്കുന്ന ചൂട്. അയാൾ തന്റെ കൈ പിൻവലിച്ചു. അപ്പോഴാണ് അയാൾ കിണറിന്റെ വക്കിൽ ആ കാഴ്ച കണ്ടത്. അവിടെ മണ്ണല്ല, കിണറിന്റെ കരിങ്കല്ലിന് മുകളിൽ പച്ചയും ചുവപ്പും നിറത്തിലുള്ള പായൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ പായലിൽ ഒരൊറ്റ ചുവന്ന മാർബിൾ കല്ല്. ഒരു കുട്ടിയുടെ കളിപ്പാട്ടം പോലെ തോന്നിക്കുന്ന ചെറിയൊരു ചുവന്ന മാർബിൾ കല്ല്. ഹരിക്ക് മുത്തശ്ശന്റെ വാക്കുകൾ ഓർമ്മ വന്നു. കാവിലെ മണ്ണുപയോഗിച്ച് ഞാൻ നിർമ്മിച്ച നരബലിയുടെ പ്രതിഷ്ഠ. ഇതാണോ ആ പ്രതിഷ്ഠ? ഇത്രയും ചെറുതോ? അയാൾ മെല്ലെ ആ മാർബിൾ കല്ലിൽ തൊട്ടു. ഒരുതരം വൈദ്യുതാഘാതമേറ്റതുപോലെ തീവ്രമായ ഒരു മരവിപ്പ് കൈയിലേക്ക് പടർന്നു കയറി. ആ കല്ല് അയാളുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു. അതേ നിമിഷം കിണറിന്റെ ആഴത്തിൽ നിന്ന് ഒരു കൂട്ട അലർച്ചയുയർന്നു. ഹരി ആ കല്ല് വലിച്ചെറിയാൻ ശ്രമിച്ചു. പക്ഷെ കയ്യിലെ പേശികൾ മരവിച്ചുപോയി. കിണറിന്റെ ആഴത്തിൽ നിന്ന് തണുത്ത കാറ്റ് മുകളിലേക്ക് ഇരച്ചു കയറി. ആ കാറ്റിന് ചോരയുടെയും മഷിപ്പേനയുടെയും ഗന്ധമുണ്ടായിരുന്നു. ഹരി കിണറിന്റെ വക്കിൽ നിന്നും പിന്നിലേക്ക് മാറി ചുവന്ന മാർബിൾ കല്ല് വലിച്ചെറിയാൻ ശ്രമിച്ചു. കല്ല് കയ്യിൽ നിന്ന് വിട്ടുപോയില്ല. അത് അയാളുടെ ഉള്ളം കൈയിൽ ഒരു ചുവന്ന വാരിയല്ലു പോലെ വളർന്നു. അയാളുടെ പൊട്ടിയ മൊബൈൽ ഫോൺ നിലത്ത് വീണ് കിടന്ന് ഭീകരമായി മിന്നി. ഒരു പുതിയ നോട്ടിഫിക്കേഷൻ. ഹരി വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ എടുത്തു. അയച്ചയാൾ ദുർമൂർത്തി. മെസ്സേജ്: കല്ല് നിന്റെയാണ്. 67 പേർ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കഥ തുടരണം. മറുപടി എഴുതണം. 12ാം അധ്യായം. നിന്റെ കഥ. ഹരിയുടെ വായിൽ നിന്ന് ഒരു അലർച്ച പുറത്തു വന്നു. എന്റെ കഥ ഞാനല്ല എഴുതുന്നത്, നീയാണ് എഴുതുന്നത്. അയാൾ ഫോൺ വലിച്ചെറിഞ്ഞു. ഫോൺ ഇരുട്ടിൽ കറങ്ങി നിലത്തു വീണു. ഈ മാർബിൾ കല്ലാണ് ശാപത്തിന്റെ കേന്ദ്രമെന്ന് ഹരി മനസ്സിലാക്കി. അത് കിണറ്റിലേക്ക് എറിയണം. ഹരി കൈകളിലെ മരവിപ്പിനെ അവഗണിച്ച് കിണറിനടുത്തേക്ക് നടന്നു. കിണറ്റിലേക്ക് കുമ്പിട്ട് കയ്യിലുള്ള കല്ല് ആഴത്തിലേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചു. കല്ല് വലിച്ചെറിയാൻ കഴിയുന്നില്ല. അയാളുടെ വലതു കൈ കിണറിന്റെ ആഴങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഒരു അദൃശ്യശക്തി കയ്യിൽ പിടിച്ച് താഴേക്ക് വലിക്കുന്നു. ആ നിമിഷം കുന്നിൻ ചെരുവിൽ നിന്ന് താരാട്ടുപാട്ടിന്റെ ഈണം വളരെ അടുത്തായി കേട്ടു. ആരീരോ ആരിരാരോ വാരിയല്ലുകൾ എണ്ണാനായി വരുന്നു ഞാൻ. ഹരിനാരായണൻ ഞെട്ടിത്തിരിഞ്ഞു. അപ്പോൾ അയാൾ കണ്ടു, കാവിലെ മരങ്ങൾക്കിടയിലൂടെ കുന്നിന്റെ മുകളിൽ
പച്ച വെളിച്ചത്തിൽ തിളങ്ങുന്ന ഒരു കൂട്ടം കണ്ണുകൾ. അത് ഒരൊറ്റ രൂപമല്ല, ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ, നഗ്നമായ കാലുകളും മെലിഞ്ഞ ശരീരവും. അവർ ഒരേ താളത്തിൽ കൈകോർത്ത് തറയിൽ ചെളിപ്പാട് പതിപ്പിച്ചുകൊണ്ട് ഹരിയെ നോക്കിച്ചിരിക്കുന്നു. അതവരാണ് ആ 67 പേർ. താൻ എഴുതിയ കഥ വായിച്ച് ഭയം ഏറ്റുവാങ്ങി അക്ഷരരക്ഷസിന് ശക്തി നൽകിയ വായനക്കാർ. അവരുടെയെല്ലാം ആത്മാവുകൾ കുഞ്ഞിന്റെ രൂപത്തിൽ തന്റെ കഥ പൂർത്തിയാക്കാൻ വരുന്നു. ഹരിനാരായണൻ നെഞ്ചോട് ചേർത്ത് വെച്ച ഇരുമ്പുപെട്ടിയിലേക്ക് നോക്കി. രക്ഷപ്പെടാനുള്ള ഏക വഴി അതിലെ കത്തുകൾ മാത്രമാണ്. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ പെട്ടി തുറന്നു. ഉള്ളിലെ ചുവന്ന കത്തുകൾ കിണറ്റിൽ നിന്നുള്ള ഈർപ്പത്തിൽ നനയാൻ തുടങ്ങിയിരിക്കുന്നു. ഹരിവേഗം 3ാമത്തെ കത്തെടുത്തു തുറന്നു. ഇരുട്ടിൽ അത് വായിക്കാൻ ശ്രമിച്ചു. കത്ത് 3, 1984 സെപ്റ്റംബർ 12. ഇന്ന് നീ പ്രതിഷ്ഠ തിരികെ എറിഞ്ഞു. പക്ഷെ കിണറ്റിലെറിഞ്ഞത് അതിനെ ശാന്തമാക്കാനല്ല. നിന്റെ രഹസ്യം കഥയുടെ രൂപത്തിൽ നീ പുറത്തുവിട്ടാൽ മാത്രമേ അതെന്നേക്കുമായി ഉറങ്ങുകയുള്ളൂ. എന്റെ കഥാപാത്രങ്ങൾക്ക് നീ പൂർണ്ണമായി മറുപടി നൽകണം. നിന്റെ കഥ പൂർത്തിയാക്കണം. എനിക്ക് നിന്റെ പേരറിയണം. മറുപടി എഴുതാൻ മടിച്ചാൽ ഞാൻ നിന്റെ കയ്യൊപ്പ് ഈ കഥയിൽ പതിപ്പിക്കും. നിന്റെ ചോരയിൽ എന്ന് നിന്റെ സ്വന്തം അക്ഷരം. ഹരിയുടെ കണ്ണുകൾ വിടർന്നു. രഹസ്യം? തന്റെ മുത്തശ്ശന്റെ രഹസ്യം? അക്ഷരരക്ഷസിനെ ശാന്തമാക്കാൻ താൻ ഒരു എഴുത്തുകാരനായി ഈ രഹസ്യം കഥയുടെ രൂപത്തിൽ പുറത്തുവിടണം. അയാളുടെ കയ്യിലെ മാർബിൾ കല്ല് കൂടുതൽ ചൂടുപിടിക്കാൻ തുടങ്ങി. അത് കത്താൻ തുടങ്ങിയിരിക്കുന്നു. കുന്നിന്റെ മുകളിൽ നിന്ന് ആ 67 കുഞ്ഞുരൂപങ്ങൾ ഒരുമിച്ച് ചാടി കിണറിനടുത്തേക്ക് വരുന്നു. ഹരിക്ക് ഓടാൻ സാധിക്കില്ല. മാർബിൾ കല്ല് കയ്യിൽ നിന്ന് ഊരിയെടുക്കാനും സാധിക്കില്ല. രക്ഷപ്പെടാൻ ഒരേയൊരു വഴി, കിണറ്റിലേക്ക് ചാടുക. പ്രതിഷ്ഠയും താനും ഒരുമിച്ച്. ഹരിനാരായണൻ കിണറിന്റെ വക്കിൽ ചവിട്ടി നിന്നു. ഇരുമ്പ് പെട്ടി തുറന്ന കത്തുകൾ കിണറിന്റെ ആഴത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം തന്റെ വലതു കൈയിലെ കത്തുന്ന മാർബിൾ കല്ലുമായി അയാൾ ആ ഭീകരമായ കിണറിന്റെ ആഴങ്ങളിലേക്ക് ചാടി. ആ നിമിഷം ആ 67 രൂപങ്ങൾ കിണറിനടുത്തെത്തി. അവർ കിണറിനകത്തേക്ക് നോക്കി. എന്നിട്ട് ഒരുമിച്ച് ഭീകരമായി ചിരിക്കാൻ തുടങ്ങി. ചിരിയുടെ ശബ്ദം കാവിലെ മരങ്ങളെ വിറപ്പിച്ചു. ആ നിമിഷം തറവാടിന്റെ മെയിൻ സ്വിച്ച് ഓണായി. തറവാട് മുഴുവൻ ചോരയുടെ ചുവപ്പ് നിറത്തിലുള്ള വെളിച്ചത്തിൽ തെളിഞ്ഞു. വെളിച്ചം, ചുവന്ന വെളിച്ചം. കിണറിനകത്തു നിന്ന് ഒരു ശബ്ദം, ഒരു മനുഷ്യന്റെ നിലവിളി. കിണറിനടുത്തുള്ള മണ്ണിൽ ഹരിനാരായണന്റെ നെഞ്ചോട് ചേർത്തിരുന്ന ഇരുമ്പുപെട്ടി തുറന്നു കിടന്നു. അതിൽ ഒരു കത്ത് മാത്രം ബാക്കിയായി. കത്ത് 4. തീയതിയില്ല. നീ ചാടരുത്. എനിക്ക് നിന്റെ രഹസ്യമറിയാം. ഞാൻ നിന്റെ കഥ പൂർത്തിയാക്കും. നീ എഴുതിയത് എൻ്റെ മകനെക്കുറിച്ചാണ്. അവന്റെ പേര് അക്ഷരം. നീ എഴുതിയ കഥ നിന്റെ മകനായ അക്ഷരരക്ഷസിന്റെ മറുപടിയാണ്. നീ ഇനി എഴുതേണ്ടത് എൻ്റെ കഥ പൂർത്തിയാക്കണം. കിണറിനടിയിൽ വെളിച്ചമുണ്ട്. അതിലേക്ക് നോക്കരുത്. ഞാൻ നിന്റെ പിന്നിൽ ചിരകാലത്തിൽ നിന്ന് നിന്നെ തേടി വരുന്നു. നിന്റെ സ്വന്തം ദുർമൂർത്തി. പെട്ടെന്ന് ഈ കത്ത് എവിടെ നിന്നോ വന്ന ശക്തമായ കാറ്റിൽ കിണറിനകത്തേക്ക് പറന്നു വീണു. ഇരുട്ടുമാഞ്ഞ് തറവാടിന് മുകളിൽ ചുവന്ന വെളിച്ചം മാത്രം. ജനറേറ്റർ ഓണായിരുന്നെങ്കിലും വൈദ്യുതി ബൾബിന്റെ നിറം ചോരയുടെ ചുവപ്പായിരുന്നു. കിണറിനടുത്തുള്ള പറമ്പ് മുഴുവൻ ആ ചുവപ്പ് നിറത്തിൽ ഭീകരമായി തിളങ്ങുന്നു. ചിരകാലം. ഹരിനാരായണൻ. കഥ 11. ആ ശബ്ദം ഹരിയുടെ കാതുകളിൽ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്നത് പോലെ മുഴങ്ങി. അയാളുടെ വലതു കൈയിലെ മാർബിൾ കല്ല് ഇപ്പോഴും കത്തുന്നുണ്ടായിരുന്നു. കയ്യിലെ പേശികൾ മരവിച്ചതുമൂലം കല്ല് കയ്യിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഹരിനാരായണൻ കിണറിന്റെ ആഴങ്ങളിലേക്ക് വീഴുന്നതിനു പകരം കിണറിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ മരം കൊണ്ടുള്ള തട്ടിൽ പിടിച്ചു നിന്നു. ശരീരം തളർന്നു. നെഞ്ചിൽ വേദന. കിണറിനകത്ത് തണുപ്പല്ല, ജ്വലിക്കുന്ന ചൂടാണ്. താഴേക്ക് നോക്കി. ഇരുട്ടല്ല, പച്ചയും ചുവപ്പും കലർന്ന ഒരുതരം തിളക്കം. താൻ തന്റെ മകനെക്കുറിച്ച് എഴുതിയ രഹസ്യമോ? അക്ഷരം എന്ന മകനോ? തന്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ചു പോയത് ഈ ഭീകരത കാരണമായിരുന്നോ? ഹരി തലകുലുക്കി മുകളിലേക്ക് നോക്കി. മുകളിൽ കിണറിന്റെ വക്കിൽ ആ 67 കുഞ്ഞു രൂപങ്ങൾ. അവർക്കിപ്പോൾ കുഞ്ഞിന്റെ രൂപമല്ല. ചുളി വീണ കൈകളും വയസ്സായ മനുഷ്യന്റെ കണ്ണുകളുമുള്ള പഴയ വേഷവിധാനങ്ങളോടുകൂടിയ രൂപങ്ങൾ. അവർ ചുവന്ന വെളിച്ചത്തിൽ ഭീകരമായി ചിരിക്കുന്നു. അവരുടെ ചിരിയിൽ നിന്ന് ഒരു ശബ്ദം മാത്രം. അക്ഷരം, അക്ഷരം. തന്റെ പേര് ഹരിനാരായണൻ എന്നാണ്. പക്ഷെ അവർ തന്നെ വിളിക്കുന്നത് അക്ഷരമെന്നും. മുത്തശ്ശന്റെ അവസാന രഹസ്യം. മുത്തശ്ശന്റെ മകനായ അക്ഷരം, അതായത് ഹരിയുടെ അച്ഛൻ. അതല്ലെങ്കിൽ മുത്തശ്ശൻ ചെയ്ത നരബലി അത് തന്റെ മകനായ അക്ഷരത്തെയായിരുന്നോ? ഹരിനാരായണന്റെ കണ്ണുകൾ ഇരുട്ടിൽ മിന്നി. അയാൾ കിണറിന്റെ കരിങ്കൽ ഭിത്തിയിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. 1 പടി, 2 പടി. 3ാമത്തെ പടിയിൽ അയാളുടെ കയ്യിലെ കല്ല് ചുവന്ന ചൂളയായി മാറി. കയ്യിലെ മാംസം കത്താൻ തുടങ്ങി. കിണറിന്റെ മുകളിൽ നിന്ന് ആ 67 രൂപങ്ങൾ കൈനീട്ടി. അവയുടെ കൈകളിൽ ചൂള പോലുള്ള താക്കോലുകൾ. 12ാം അധ്യായം. കഥ പൂർത്തിയാക്കണം. നിന്റെ മകന്റെ കഥ. ആ നിമിഷം തറവാടിന്റെ പുറകിലെ വാഴത്തോട്ടത്തിൽ നിന്ന് മറ്റൊരു നിലവിളി ഉയർന്നു. ഹരിനാരായണൻ ഞെട്ടി.
താനൊഴികെ മറ്റൊരാൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ശബ്ദം ഒരു സ്ത്രീയുടെ നിലവിളിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉപേക്ഷിച്ചു പോയ വർഷയുടെ ശബ്ദമോ? അക്ഷരം, എൻ്റെ മോനെ അക്ഷരം, നിലവിളി ഭീകരമായി മുഴങ്ങി. ഹരിക്ക് കിണറിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. മകൻ അക്ഷരം, ഭാര്യ വർഷ, എല്ലാം ഈ ഭീകരതയുടെ ഭാഗമോ? ആരാണ് ആ നിലവിളിച്ച സ്ത്രീ? ഹരിനാരായണൻ വേദനയോടെ കയ്യിലെ കല്ല് വലിച്ചെറിയാൻ ശ്രമിച്ചു. ഉടനെ ഒരു ശബ്ദം കേട്ടു. കിണറിനടുത്തുള്ള കുന്നിൻ ചെരുവ് പിളരാൻ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ കേട്ട സ്ത്രീയുടെ നിലവിളി ഹരിയുടെ ശ്രദ്ധയെ തളർത്തി. അത് ഭാര്യ വർഷയുടെ ശബ്ദമാണ്. മകൻ അക്ഷരം, എല്ലാം പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ വലതു കൈയിലെ കത്തുന്ന മാർബിൾ കല്ല് ഉരുകിത്തുടങ്ങി. ആ 67 വയസ്സൻ രൂപങ്ങൾ കിണറ്റിലേക്ക് ചാടാൻ തയ്യാറെടുത്തു. ആ നിമിഷം കിണറിന്റെ ആഴത്തിലെ ചുവന്ന തിളക്കത്തിൽ നിന്ന് ഒരു ചെറിയ പുസ്തകം പൊന്തി വന്നു. കട്ടിയുള്ള ഒരു പഴയ കുട്ടി കഥാപുസ്തകം. അവസാനത്തെ രഹസ്യം ഹരിക്ക് മനസ്സിലായി. അത് പ്രതിഷ്ഠയല്ല, മുത്തശ്ശൻ അടക്കം ചെയ്ത സത്യമാണ്. വേദനയോടെ കൈകളിലെ കല്ലവഗണിച്ച് ഹരി പുസ്തകം കൈക്കലാക്കി. പുസ്തകം കയ്യിൽ തട്ടിയ നിമിഷം ആ മാർബിൾ കല്ല് പൊടിഞ്ഞില്ലാതായി. മരവിച്ച കൈകൾക്ക് വീണ്ടും ജീവൻ വെച്ചു. കിണറിന് മുകളിൽ 67 രൂപങ്ങൾ അപ്രത്യക്ഷമായി. ചുവന്ന വെളിച്ചമണഞ്ഞു. പൂർണ്ണമായ നിശബ്ദത. ഹരിനാരായണൻ കിണറ്റിൽ നിന്ന് ഞരങ്ങിക്കൊണ്ട് മുകളിലേക്ക് കയറി. കുന്നിന്റെ ചെരിവ് പിളർന്നത് ഒരു ഭീകരമായ മുറിവ് പോലെ അവിടെ ഉണ്ടായിരുന്നു. 67 രൂപങ്ങൾ എങ്ങോട്ട് പോയെന്നോ വർഷയുടെ നിലവിളി എവിടെ നിന്നായിരുന്നെന്നോ അറിയില്ല. ചുറ്റും ഘനീഭവിച്ച ഇരുട്ട് മാത്രം. അയാൾ ആ പുസ്തകം നെഞ്ചോട് ചേർത്ത് തളർന്ന കാലുകളോടെ തിരികെ തറവാടിനടുത്തേക്ക് നടന്നു. മുറിയിലെത്തി ലാപ്ടോപ്പിന്റെ നേരിയ വെളിച്ചത്തിൽ അയാൾ ആ പുസ്തകം തുറന്നു. പുസ്തകത്തിന്റെ കവർ, എൻ്റെ കഥ അക്ഷരം. അതൊരു കുട്ടിയുടെ കഥാപുസ്തകമായിരുന്നു. തറവാടിന്റെയും കാവിന്റെയും 12:7 നിലയ്ക്കുന്ന ഘടികാരത്തിന്റെയും ചിത്രങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യ തന്നെ വിട്ടുപോകുമ്പോൾ അയാൾ ശ്രദ്ധിക്കാതെ പോയ തന്റെ മകൻ വരച്ച ചിത്രങ്ങളായിരുന്നു അവ. ഹരി ഓരോ താളുകളും മറിച്ചു. ഭീകരതയില്ല, അവഗണിക്കപ്പെട്ട ഒരു കുട്ടിയുടെ വേദന അതിൽ നിറഞ്ഞിരുന്നു. അവസാന താൾ, അവിടെ ഒരൊറ്റ ചിത്രം മാത്രം. ഒരാൾ ഇരുട്ടിൽ ലാപ്ടോപ്പിന് മുന്നിലിരിക്കുന്നു. അയാളുടെ തലയ്ക്ക് മുകളിൽ തീജ്വാലകൾ. ചിത്രത്തിനു താഴെ മഷി പടർന്നൊഴുകിയ ഒരു കുറിപ്പ്. ഹരി അത് വായിച്ചു. നിങ്ങൾ എന്നെക്കുറിച്ച് എഴുതിയില്ല അച്ഛാ. നിങ്ങൾ എന്നെ മറന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾ എഴുതുന്ന ഓരോ ഭയത്തിന്റെ അക്ഷരങ്ങളിലും ഞാൻ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ ശരീരം വേണ്ട, എൻ്റെ ഓർമ്മ മാത്രം മതി. നിങ്ങളുടെ കഥ പൂർത്തിയായി. എൻ്റെ കഥ എന്നേ പൂർത്തിയായി. നിങ്ങളുടെ സ്വന്തം അക്ഷരം. 1998. ഹരിനാരായണൻ ഞെട്ടിവിറച്ചു. മകൻ അക്ഷരം ഭാര്യ ഉപേക്ഷിച്ചു പോയതിനു ശേഷമുള്ള ഏകാന്തതയിൽ ഈ തറവാട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മുത്തശ്ശന്റെ അക്ഷരരക്ഷസ് മറ്റാരുമായിരുന്നില്ല, തന്റെ മകന്റെ ഉപേക്ഷിക്കപ്പെട്ട ഓർമ്മയായിരുന്നു. താൻ എഴുതിയ കഥ ഒരു പ്രേതകഥയല്ല, തന്റെ മകന്റെ അവസാന നിലവിളിയായിരുന്നു. ആ 67 വായനക്കാർ ആ ഭയം ഏറ്റെടുത്തതോടെ അവന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചു. ലാപ്ടോപ്പിലേക്ക് നോക്കിയപ്പോൾ ദുർമൂർത്തി എന്ന അക്കൗണ്ട് മാഞ്ഞുപോയിരിക്കുന്നു. പകരം താൻ എഴുതിയ കഥയുടെ ഫയൽ സ്വയം തുറന്നു കിടക്കുന്നു. 12-ാം അധ്യായം. താൻ എഴുതാത്ത ആ കഥയുടെ അവസാന ഭാഗം. കഥയിലെ അവസാന വരി വെളുത്ത സ്ക്രീനിൽ ചുവന്ന അക്ഷരങ്ങളിൽ തെളിഞ്ഞു കാണിച്ചു. ഹരിനാരായണൻ കിണറ്റിൽ കണ്ടെത്തിയ പുസ്തകം എഴുതിയത് അയാൾ എന്നേ മറന്നുപോയ തന്റെ മകനായ അക്ഷരത്തിന്റെ സ്വന്തം കയ്യൊപ്പായിരുന്നു. കഥ പൂർത്തിയായി. ഇനി ബാക്കിയുള്ളത് ഒരു എഴുത്തുകാരന്റെ ഏകാന്തത മാത്രം. ഹരിനാരായണൻ കണ്ണുകൾ തുറന്നു പിടിച്ച് ആ വരിയിലേക്ക് നോക്കി. ഭയം ഇപ്പോൾ ദുഃഖത്തിന് വഴിമാറി. തന്റെ ഭാവനയിൽ അയാൾ വേട്ടയാടിയത് സ്വന്തം മകന്റെ ആത്മാവിനെ ആയിരുന്നു. പുറത്ത് കുന്നിന്റെ ചെരുവിൽ നിന്ന് വളരെ നേർത്ത ഒരു കുഞ്ഞിന്റെ ചിരി കേട്ടു. ആത്മാവ് ശാന്തമായിരിക്കുന്നു. പക്ഷേ ഹരിക്ക് ആ രാത്രിക്ക് ശേഷം ഒരിക്കലും എഴുതാൻ സാധിച്ചില്ല. അയാൾ എഴുതിയത് കഥയായിരുന്നില്ല, അതൊരു മറുപടിയായിരുന്നു.